ഇപ്പൊ ഒരു ഇംബാലൻസിന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജാണ് സ്ട്രെസ് എന്ന് ഉം. പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഈ ഇംബാലൻസിന്റെ റീസൺ എന്താണ് ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവില്? നാം ജീവിതത്തിൽ നേരിടുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഉം, അൺഅവോയ്ഡബിൾ ഉം, ഇല്ലേ? ഉം, ഇപ്പോൾ ഒരു ഭാര്യ ഉം. ഭർത്താവിൻ്റെ ഗുണദോഷങ്ങളെ ഹാൻഡിൽ ചെയ്തേ നേരിട്ടല്ലേ പറ്റൂ. പറ്റുള്ളൂ, അതെ, ഹാൻഡിൽ ചെയ്തേ അതെ. പറ്റുള്ളൂ. ഒരു ഓഫീസിലെ സ്റ്റാഫ് ഉം, ബോസിൻ്റെ ഗുണത്തെയും ദോഷത്തെയും ഹാൻഡിൽ ചെയ്തേ മതിയാവും. ഉം, ഒരു ഡ്രൈവർ റോഡിൽ കാണുന്ന സർവ്വ അഭ്യാസങ്ങളെയും നേരിട്ടേ മതിയാവും. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളാണ് നമുക്ക് എപ്പോഴും ചുറ്റുമുള്ളത്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മുടെ ഉള്ളിലുള്ള കെമിക്കൽ ചേഞ്ചസിനെ ഉം, ഹാൻഡിൽ ചെയ്യാൻ അറിയണം. ഉം, സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും. ഉം, അതായത് നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഉം, അതിനെ തടയാൻ വേണ്ടി ശരീരം തന്നെ ചില കെമിക്കൽസ് ഉണ്ടാക്കും. കോർട്ടിസോൾ പോലെ. കോർട്ടിസോൾ പോലെ. ഉം, അവ ചിലപ്പോൾ അത് തടയാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ രംഗത്തിൽ നിന്ന് ആ സന്ദർഭത്തിൽ നിന്ന് ഒളിച്ചോടാനോ ശരീരം ഈ ഹോർമോൺസിനെ ഉണ്ടാക്കും. ഉം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ആ, ഇത് നമ്മുടെ ജന്മസിദ്ധമായൊരു കഴിവാണ്. ആ. പക്ഷേ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ അത് ചില സമയത്ത് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി പോകും. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ഒരു പവർഫുള്ളായിട്ടുള്ള ബോസ് ഉണ്ടെന്ന് വയ്ക്കുക. ഉം. ജോലി എനിക്ക് നഷ്ടപ്പെടാനും പറ്റില്ല. ഉം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ചെയ്ത കാര്യം 100% ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഉം. പക്ഷേ ബോസിനത് ബോധ്യപ്പെടുന്നില്ല. ഓക്കെ. സോ ഹീസ് ഷൗട്ടിങ്. ഉം. അപ്പോൾ എനിക്ക് തിരിച്ച് ഷൗട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഉള്ളിലിങ്ങനെ ദേഷ്യം നുരഞ്ഞു പൊന്തും. എനിക്കിവനെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ചിന്ത വരികയാണ്. വരുമ്പോൾ എന്ത് പറ്റും? എൻ്റെ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യാണ്. അത് ക്രമാതീതമാകുമ്പോൾ ദേഷ്യം ഇങ്ങനെ നുരഞ്ഞു പൊന്തും. പക്ഷെ ഇത് കാണിക്കാൻ പറ്റും. അപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസീസ്. ആ, അപ്പോൾ ഈ ഹോർമോൺ സപ്രസ് ചെയ്തു. സപ്രസ് ചെയ്യാണ്. എവരി സപ്രഷൻ ഐദർ വിൽ ലീഡ് ടു എ ഡിപ്രഷൻ ഓർ ആൻ അഗ്രഷൻ. ഉം. Energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form. Yeah, yeah. അപ്പോൾ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആ അസ്വസ്ഥത ഹോർമോണായിട്ട് ഉള്ളിൽ നിന്നിട്ട് അത് മറ്റു രൂപത്തിൽ പുറത്തു വരും. ഇത് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്. ഉം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഈ ബോഡി. സമ്മർദ്ദം, നേരത്തെ പറഞ്ഞ എക്സസ് സ്ട്രെസ്, ആ ഒരു സമ്മർദ്ദം ഈ കോശങ്ങളുടെ ഘടനയെ വിപരീതമായി ബാധിക്കും. ബാധിക്കുമ്പോൾ എനിക്ക് ഈ ബോസിനോട് സ്ട്രെസ് ഉണ്ട്, ദേഷ്യമുണ്ട്, അമർഷമുണ്ട്, വെറുപ്പുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിലാണ്. യുവർ മൈൻഡ് ഈസ് മാനിഫെസ്റ്റിംഗ് ആസ് മാറ്റർ. മൈൻഡ് ഈസ് കൺവേർട്ടിങ് ഇറ്റ് സെൽഫ് ഇൻ ടു ബോഡി. അപ്പോൾ ഈ മനസ്സിലുള്ളത് ശരീരത്തിൽ പെർമിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, സന്നിവേശിക്കപ്പെടുമ്പോൾ കോശങ്ങൾ പരസ്പരം വെറുക്കാൻ തുടങ്ങും. അങ്ങനെ പരസ്പരം കോശങ്ങൾ വെറുക്കുന്ന സിറ്റുവേഷനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. അപ്പോഴുണ്ടാകുന്ന രോഗങ്ങൾക്ക് ചികിത്സയില്ല. ഇല്ല. ഈ വിറ്റിലിഗോ എന്ന് പറയാൻ കേട്ടിട്ടുണ്ട്? യാ, യാ. വെള്ളപ്പാണ്ട്. ആ. പിന്നെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആ. ക്യാൻസർ, ആ. ഇതുപോലുള്ള ഈ ഗണത്തിൽ വരുന്ന ചികിത്സയ്ക്ക് മരുന്നിന് അതീതമായി വരുന്ന രോഗങ്ങളെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയും. ഇത് ഈ വെറുപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ക്രമാതീതമായ ദേഷ്യത്തിൽ നിന്ന്, എന്നാൽ അടക്കപ്പെടുന്നു, അറ്റൻഡ് ചെയ്യപ്പെടുന്നില്ല. ഇതിൻ്റെ ഔട്ട്കമാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെയും സ്ട്രെസ്സ്, മാസ്റ്റർ ദ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിനാദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് മാസ്റ്റർ ദ ബ്രത്ത്. പിന്നെ നാം ഒരു ചിട്ടയായിട്ട് അഭ്യാസ രൂപത്തിൽ ശ്വാസഗതി പഠിച്ചാൽ ഈ ശരീരത്തിന് അവസരോചിതമായ ആഹാരത്തെ ശരീരം തന്നെ നിർദ്ദേശിക്കാൻ തുടങ്ങും. അങ്ങനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഗർഭിണികൾ തുടക്കത്തിൽ ആദ്യത്തെ 1, 2, 3 മാസത്തിനകത്ത് അമ്മയാകുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ, സ്ത്രീകളെ, അവരതുവരെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില ആഹാരത്തെക്കുറിച്ച് ഒരു ആർത്തി ഓർക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാണത്? വയറിൽ ആ വളർന്നു വരുന്ന കുഞ്ഞിന് എന്താണോ ആവശ്യം, ആ ആവശ്യം ഒരാഗ്രഹമായി അമ്മയിൽ ജനിക്കും. അതാണ്
അമ്മയ്ക്ക് അതുവരെ താല്പര്യമില്ലാത്ത ആഹാരം ആ. ഓടി നടന്നതാ കഴിക്കുന്നത്. അതെ, അതെ. കാരണം കുട്ടിക്കത് ആവശ്യമുണ്ട്. ഇതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ശരീരം തന്നെ നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉം. പക്ഷേ നമ്മുടെ ശ്രദ്ധ ഈ ബാഹ്യ വിഷയങ്ങളിൽ അങ്ങ് കെട്ടപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആന്തരികമായി നാം അത് കേൾക്കുന്നില്ല. ഇതിനാണ് വാസന എന്ന് പറയുന്നത്. ഇത് കേൾക്കാൻ അല്പം ബോധപൂർവം ശ്രമിച്ചാൽ നമുക്ക് എന്ത് ഭക്ഷിക്കണമെന്ന് നമ്മുടെ ശരീരം തന്നെ നമുക്ക് നിർദ്ദേശം തരും. അങ്ങനെ വരുമ്പോൾ ഈ സ്ട്രെസ്സിനെ നമുക്ക് കൃത്യമായി ആഹാരത്തിലൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 2, ആധുനിക മനുഷ്യൻ ഈ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് ഡിന്നറാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, യെസ്, യെസ്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്ന എത്ര ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കിട്ടും? ആരുമില്ല. നമ്മൾ ആരുമില്ല, മാത്രമേ ഉള്ളൂ. മനുഷ്യനൊഴിച്ച്. The moment you violate the law of nature, nature will punish you. Every action will have equal and opposite reaction. റിയാക്ഷൻ. നിങ്ങൾ പ്രകൃതിയുടെ നിയമത്തെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ദഹനശക്തി കുറവായിരിക്കും. ഉം. സൂര്യാസ്തമനം കഴിഞ്ഞാൽ സെറോട്ടോണിൻ്റെ അളവ് കൂടും. ഉം. അതായത് ബോഡി ഉറക്കത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് പ്രകൃതിദത്തമായി. ഉം. പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ട് നാം വയറ് നിറയെ ആഹാരം കഴിക്കും. അതും രജോ ഗുണപ്രധാനമായിട്ടുള്ള ഇറച്ചിയോ മീനോ മുട്ടയോ ഒക്കെയാണ്. ഇത് ദേഹത്തിന് ദഹിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ക്രമാതീതമായ ശക്തി അവിടെ അപ്ലൈ ചെയ്യപ്പെടണം. ഉം. അപ്പോൾ പ്രകൃതി കൊടുക്കുന്ന സൂര്യരശ്മി ഇല്ല. ഉം. പിന്നെ ആകെ ഉള്ളത് ആന്തരികമായ കുറച്ച് ചൂടാണ്, ഉം. ദഹനശേഷി. ഉം. അതിന് അപ്പുറം, അതിൻ്റെ ശേഷിക്കപ്പുറമുള്ള അളവിലും ഇനത്തിലുമാണ് ആഹാരം കൊടുക്കുന്നത്. ഉം. സോ ദാറ്റ് ഫുഡ് ഹാബിറ്റ് ഈസ് മേക്കിംഗ് യു സ്ട്രെസ്ഡ്. ഇത് ഒരു കാര്യം. ഉം. അപ്പോൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്നത് തെറ്റ്. ഉം. പിന്നെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്കത് കഴിച്ചേ മതിയാവും. പക്ഷേ അത് ലളിതവും സ്നിഗ്ധവുമായിട്ടുള്ളത് കഴിക്കുക. അതുകൊണ്ടാണ് പഴയ കാലത്ത് പൊടിയരി കഞ്ഞി, ഉം. രാത്രി കാലങ്ങളിൽ കഞ്ഞി കുടിക്കും, കഞ്ഞിയും പയറും ഒക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം മൃദുത്വമുള്ളതും ദഹിപ്പിക്കാൻ എളുപ്പമുള്ളതും തേങ്ങാപ്പാൽ ചേർത്തതും. അപ്പോൾ ഇത് ശരീരത്തിന് വലിയ സ്ട്രെയിൻ കൊടുക്കണ്ട, ചെറിയ ചൂടോട് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ദഹിച്ചോളും. അപ്പോൾ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യില്ല. കാരണം ഉറക്കമെന്ന് പറയുന്നത് ശരീരത്തിലുള്ള സർവ്വ പ്രവർത്തനങ്ങളെയും ഷട്ട് ഡൗൺ ചെയ്തിട്ട് രക്തത്തെ മുഴുവൻ തലച്ചോറിലേക്ക് എടുക്കും. ഈ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളിനെ തട്ടി ഇളക്കിയാൽ അയാളുടെ കണ്ണ് ചുവന്നിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട്? ബിക്കോസ് ബ്ലഡ് ഈസ് ബീയിങ് റൊട്ടേറ്റഡ്. അതുമല്ല, അവരെ കണ്ണിന് ഭയങ്കര സ്പീഡിന് സ്പിൻ ചെയ്യും ഉറങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്രതിഭാസമാണ് ഉറക്കം. അപ്പോൾ ആ ഉറക്കത്തെ കൃത്യമായി പ്രകൃതിദത്തമായ രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ തന്നെ ഒരു 90% രോഗങ്ങളും ശരീരത്തിൽ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ മനുഷ്യൻ മയങ്ങുകയാണ്, ഉറങ്ങുകയല്ല. നമ്മൾ ബെഡിൽ കിടക്കും, ഫീൽ ചെയ്യുന്ന ഉറങ്ങുന്നതാണ്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോഴും നാളത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ടോട്ടൽ ഷട്ട് ഡൗൺ നടക്കുന്നില്ല. എന്തുകൊണ്ട്? 1, വിരുദ്ധ ആഹാരം. 2, നമ്മുടെ ഈ ചിന്തിക്കുന്ന വിഷയങ്ങൾ. പണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് രാമായണം വായിക്കും, അല്ലെങ്കിൽ മഹാഭാരതം വായിക്കും, ഗീത വായിക്കും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കഥാരൂപത്തിൽ ആണെങ്കിൽ പോലും അനന്തമായ ചൈതന്യത്തെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ചാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈൻഡ് വിൽ ഫെയിൽ ടു മേക്ക് എ ഫോം. ഇപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സാലോചിക്കും, ഈ സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നത്. ഇറ്റ് വിൽ ഫെയിൽ ടു ഫോം. മനസ്സ് വിഷ്വൽസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കുമ്പോൾ അത് അനന്തതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ മൈൻഡ് വിൽ ഡിസൈഡ് ദാറ്റ് എന്നെ കൊണ്ട് പറ്റില്ല ഇത് ചിന്തിച്ചെടുക്കാൻ. അതിനെന്ത് ചെയ്യാം? ഉറങ്ങിക്കളയാം. സോ നാച്ചുറലി ഇത് വായിക്കുമ്പോൾ ഇവന് ഉറക്കം വരും, ഇതവിടെ വയ്ക്കും, ഉറങ്ങും, മനസ്സിലൊരു വിഷയവുമില്ല. അതേസമയം നാളെ എനിക്ക് കോടതിയിൽ പോകേണ്ട കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ കോടതി മുറികൾ എൻ്റെ മുന്നിൽ വരും, വാദങ്ങൾ വരും, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഐ നെവർ സ്ലീപ്പ്. പക്ഷേ പതുക്കെ ഒന്ന് മയങ്ങുന്ന പോലെ തോന്നും. രാവിലെ എണീക്കുമ്പോഴോ ഉറക്കം ശരിയായില്ല എന്ന ക്ഷീണം. അപ്പോൾ വയറിൽ അമിതമായ ആഹാരം ലോഡ്, അത് ദഹിപ്പിക്കാൻ എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മനസ്സിൽ വിഷയങ്ങൾ. അപ്പം മനസ്സും ശരീരവും എല്ലാം സ്ട്രെസ്ഡ്, ഓവർ സ്ട്രെയിൻഡ്. എന്തുകൊണ്ട്? ചിന്തകൾ കൊണ്ടും ആഹാരം കൊണ്ടും നിറച്ച് കഴിഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പം ഇങ്ങനെ ചില ചിട്ടകളിലൂടെ
ലളിതമായ ചിട്ടകളിലൂടെ, ത്യാഗങ്ങളിലൂടെ അമിത ആഹാരത്തെ ത്യജിക്കുക, അമിത ചിന്തയെ ത്യജിക്കുക. ഇങ്ങനെ 2 ചെയ്താൽ തന്നെ സ്ട്രെസ്സിന് വലിയൊരു പരിഹാരമാകും.